നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷവും മുസ്ലിം ലീഗും ബി.ജെ.പിയും 2020യും ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ കക്ഷികൾ പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രബല സംഘടനയായ സംവിധാനമായ കോൺഗ്രസിന് സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. കോൺഗ്രസിനകത്ത് ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിൽ കൃത്യമായി ഭിന്നത രൂപം കൊണ്ടിരിക്കുന്നു. കോൺഗ്രസുകാർ ഈ മട്ടിൽ പോകുകയാണെങ്കിൽ തീർച്ചയായും 2026 3.0 ആവർത്തിച്ച് പിണറായി വിജയൻ തന്നെയായിരിക്കും കേരളത്തെ വീണ്ടും ഭരണ നേതൃത്വത്തിൽ നയിക്കാൻ പോകുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വീണ്ടും കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ജനങ്ങൾ സംശയിക്കുന്നത്. കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കോൺഗ്രസിൽ രൂക്ഷമായ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പല MLA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന പലർക്കും സീറ്റ് ഇല്ലാതെ വന്നിരിക്കുന്നു. MP ആയി മത്സരിക്കണം അല്ലെങ്കിൽ MP ആയ സുധാകരന് വീണ്ടും മത്സരിക്കണം എന്നുള്ള താല്പര്യം മുന്നോട്ട് വച്ചപ്പോൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു നിൽക്കുന്ന AICC നേതൃത്വത്തിന് നേരെ കെ സുധാകരൻ വാളോങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു വേള സുധാകരൻ ഉയർത്തുന്ന ഈ ഒരു എതിർപ്പ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും ഇത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഡൽഹിയിൽ AICC നേതൃത്വവും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവും KPCC ഘടകവുമെല്ലാം മാരത്തൺ ചർച്ച നടത്തുമ്പോഴും സുധാകരൻ എന്ന കീറാമുട്ടിയിൽ തട്ടിത്തടഞ്ഞ് ആ ചർച്ചകൾ ശിഥിലമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടെ കേരളത്തിൽ മറ്റു ചില പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുന്നു. MP ആയ സുധാകരന് കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ AICC അനുവാദം കൊടുക്കുകയാണെങ്കിൽ സുധാകരനെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള മാമ്പറത്തുള്ള മറ്റൊരു നേതാവ് ദിവാകരൻ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ അഡപടലം ഭിന്നതയിലേക്ക് നീങ്ങുന്നു, രൂക്ഷതയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ സുധാകരന്റെ ഈ വിലപേശൽ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് സുധാകരൻ കാണിക്കുന്ന സ്ഥാനാർത്ഥിയാകണം എന്ന് കാണിക്കുന്ന ഈ പിടിവാശി തീർച്ചയായും കോൺഗ്രസിനകത്ത് വലിയ ഭിന്നത ഉണ്ടാക്കുന്നുണ്ട്. അത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സുധാകരൻ പയറ്റുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റുമ്പോൾ AICC നേതൃത്വം സുധാകരന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരനെ മത്സരിപ്പിക്കാം എന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് സുധാകരൻ ലോക്സഭയിലേക്ക് മത്സരിച്ചത് എന്നുള്ള ചോദ്യത്തിന് എന്തുകൊണ്ടാണ് സുധാകരൻ ഉത്തരം നൽകാത്തത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കണ്ണൂരിൽ ആര് മത്സരിച്ചാലും തീർച്ചയായും വിജയം നേടാൻ സാധിക്കും എന്ന് പറയുമ്പോൾ സുധാകരനെ പോലെ MP ആയ ഒരാൾ എന്തിനാണ് പിന്നെ MP സ്ഥാനം രാജിവെച്ച് കോൺഗ്രസിന് വലിയ ബാധ്യത ഉണ്ടാക്കി വെച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്ന് ഉള്ള ചോദ്യത്തിന് കൃത്യമായി തന്നെ ഉത്തരം കിട്ടുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കോൺഗ്രസിന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ഒരു കിംവദന്തി പരക്കുന്നതിനിടയിലാണ് ഇക്കുറിയും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സുധാകരന് മന്ത്രിയാകാൻ സാധിക്കില്ല, അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കുപ്പായം അടിച്ചിരിക്കുന്ന സുധാകരന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഇക്കുറി കഴിഞ്ഞാൽ സുധാകരൻ പ്രായാധിക്യം കൊണ്ട് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരു അവസരം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒത്താലൊത്തു എന്നുള്ള മട്ടിൽ തന്നെയാണ് സുധാകരൻ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അഥവാ VD സതീശന് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സുധാകരൻ ഇല്ലാതെയാക്കുന്നത് എന്നാണ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള ഒരു പറ്റം നേതാക്കൾ സൂചിപ്പിക്കുന്നത്. പിന്നാമ്പുറ വർത്തമാനങ്ങൾ അങ്ങനെ തന്നെയാണ്. 2-3 സാധ്യതകളാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നുകിൽ രമേശ് ചെന്നിത്തലയോ VD സതീശനെയോ തോൽപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൽ ഒരു അട്ടിമറി നടത്തും. അല്ല എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇവരിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള വടംവലിയിൽ സുധാകരൻ കൃത്യമായ നിർണായകമായ സ്വാധീനം ചെലുത്തി VD സതീശനെ താഴെയിറക്കും, രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ അടവുകൾ പയറ്റും. അല്ല എന്നുണ്ടെങ്കിൽ AICC നേതൃത്വത്തിൽ കൃത്യമായ സമ്മർദ്ദം ചെലുത്തി കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടി മത്സരിക്കാനുള്ള നീക്കമായിരിക്കും സുധാകരൻ നടത്തുക. ഇങ്ങനെ 3 തരത്തിലുള്ള പ്രതിസന്ധികൾ കോൺഗ്രസിനകത്ത് ഒരേ സമയം തീർത്തുകൊണ്ട് സുധാകരൻ കാണിക്കുന്ന ഈ പിടിവാശി ഒരു കാരണവശാലും കോൺഗ്രസിൽ UDF-ന് നല്ലതല്ല. കോൺഗ്രസിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ 2026 കോൺഗ്രസിന് ഏൽപ്പിക്കാവുന്ന ഏറ്റവും വലിയ ക്ഷതം തന്നെയാണ് സുധാകരൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏതു വിധേനയും ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയും ഭരണം നേടുവാനുള്ള ഈ ശ്രമത്തിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു നിൽക്കാൻ സാധിക്കാതെ തന്റേതായ വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പടലപ്പിണക്കങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഏതെങ്കിലും നേതാവിനെ വീഴ്ത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സുധാകരൻ എടുത്തിരിക്കുന്ന ഈ നിലപാടിനോട് AICC നേതൃത്വവും വിമുഖത കാണിച്ചിരിക്കുന്നു, വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. MP-മാർ ആരും തന്നെ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ AICC നേതൃത്വം ഉറച്ചു നിൽക്കുന്നു, രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു നിലപാട് വരുമ്പോൾ സുധാകരൻ തീർച്ചയായും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന നിലപാടിലാണ് സുധാകരൻ നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്.
ഒന്നുകിൽ കണ്ണൂരിൽ വിമത സ്ഥാനാർത്ഥിയായി സുധാകരൻ മത്സരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ സുധാകരൻ ബി.ജെ.പിയിലേക്കോ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ ചേക്കാറാൻ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ആത്മഹത്യാപരമായ നിലപാട് തന്നെയായിരിക്കും. സുധാകരന്റെ രാഷ്ട്രീയ വനവാസത്തിന് അത് കളമൊരുക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും സുധാകരൻ വി.ഡി. സതീശന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില കരുനീക്കങ്ങൾ നടത്തുന്നത്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ പാടില്ല എന്നുള്ള കൃത്യമായ കരുനീക്കത്തോടു കൂടി തന്നെയാണ് സുധാകരൻ ഇപ്പോൾ തനിക്ക് മത്സരിക്കണം എന്നുള്ള കോൺഗ്രസിന്റെ അലിഖിത നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ AICC നേതൃത്വത്തോടും വിലപേശിക്കൊണ്ട് നിൽക്കുന്നത്. സുധാകരൻ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള പ്രവർത്തകനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ തരുണത്തിലല്ല കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഇത്തരം വിലപേശൽ നടത്തേണ്ടത്. അത് സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. സുധാകരൻ കോൺഗ്രസിന്റെ കണ്ണൂരിലെ മുഖമാണ് എന്നുണ്ടെങ്കിൽ, കണ്ണൂരിലെ കോൺഗ്രസിനെ നയിക്കുന്നത് സുധാകരനാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിലപേശൽ തന്നെയാണ് സുധാകരൻ നടത്തുന്നത്. എന്നെ മത്സരിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സന്ദേശം തന്നെയാണ് സുധാകരൻ പാർട്ടിക്ക് നൽകുന്നത്. ഒന്നെങ്കിൽ സുധാകരൻ വിമത സ്ഥാനാർത്ഥിയായി നിൽക്കും, അല്ലെങ്കിൽ കേരളത്തിൽ ആകമാനം കോൺഗ്രസിന് തോൽപ്പിക്കത്തക്ക തരത്തിലുള്ള സുധാകരന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും സുധാകരൻ നടത്തുന്നത് ആത്മഹത്യാപരമായ ഒരു നീക്കം തന്നെയാണ്. ഒരു കാരണവശാലും MP-മാർ മത്സരിക്കേണ്ട എന്ന് AICC നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ പ്രവർത്തിക്കുന്ന സുധാകരൻ അത് കൃത്യമായി പാലിക്കേണ്ടത് തന്നെയാണ്. അത് അല്ലാത്ത പക്ഷം സുധാകരൻ എടുക്കുന്ന നടപടികളെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്, വി.ഡി. സതീശൻ എന്ന നേതാവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയുള്ളതാണ് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തള്ളിക്കളയാൻ സാധിക്കില്ല. വി.ഡി. സതീശനെതിരെ തന്നെയാണ് സുധാകരന്റെ ഈ കരുനീക്കം എന്നറിയുമ്പോൾ ഒന്നെങ്കിൽ സുധാകരൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ബി.ജെ.പിയിലേക്കോ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളിലേക്കോ ചേക്കേറാം. ഇത് മാത്രമാണ് സുധാകരന്റെ മുന്നിലുള്ള ഒരു മാർഗം. അല്ല എന്നുണ്ടെങ്കിൽ വിമത സ്ഥാനാർത്ഥികളെ ഇറക്കിയില്ലെങ്കിൽ പോലും കോൺഗ്രസിനെ പുറകിൽ നിന്ന് കുത്തി കോൺഗ്രസിന് കിട്ടാവുന്ന ഭരണം നഷ്ടപ്പെടുത്താം. ഇത് മാത്രമാണ് സുധാകരന്റെ മുന്നിലുള്ള വഴി. ഇതിനെ ചെറുക്കുവാൻ വേണ്ടി UDF ഒറ്റക്കെട്ടായി തീരുമാനങ്ങൾ എടുക്കുന്നു. AICC-യും സുധാകരന് നേരെ വളങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി എന്താണ് കണ്ണൂരിലും കേരളത്തിലും UDF-നും കോൺഗ്രസിനും സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം. 3.0 ആവർത്തിച്ച് പിണറായി വിജയൻ തന്നെ തുടർഭരണം നേടി വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം, കാത്തിരിക്കാം.